പുതിയ പുലരി, പുതിയ അധ്യായം, പുതിയ പ്രതീക്ഷകൾ. യെസ്, ആൻഫീൽഡിൽ പുതിയൊരു സൂര്യൻ ഉദിക്കുകയാണ്. ക്ലബിൻ്റെ എല്ലാമായിരുന്നു മുഹമ്മദ് സലാഹും കോച്ച് അർനെ സ്ലോട്ടും പടിയിറങ്ങി. തന്ത്രങ്ങളുടെ തമ്പുരാനായ ആൻ്റണി ഇറയോള എന്ന സ്പാനിഷ് മാസ്റ്റർമിൻ്റെ ചുമതലയേൽക്കുമ്പോൾ ചുവപ്പൻ പടയുടെ നെഞ്ചിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇറയോളയുടെ മുഖത്ത് നോക്കുമ്പോൾ ഓരോ ലിവർപൂൾ ആരാധകനും ചോദിക്കുന്നത് ഇത്രമാത്രം: ഇയാൾ മറ്റൊരു യർഗൻ ക്ലോപ്പാകുമോ? കാരണം ആൻഫീൽഡിൻ്റെ മണ്ണ് കേവലം തന്ത്രങ്ങൾ മെനയുന്ന കോച്ചുമാരെ മാത്രമല്ല സ്നേഹിച്ചിട്ടുള്ളത്, ചുവപ്പിനെ ശ്വാസമാക്കി മാറ്റിയ, ഹൃദയം കൊണ്ട് പൊരുതാൻ പഠിപ്പിച്ച ചില മനുഷ്യരെയാണ് ആൻഫീൽഡിന് എന്നും ഇഷ്ടം. നഷ്ടപ്പെട്ട കിരീടം ചുവന്ന റിബണിട്ട് ആൻഫീൽഡിലേക്ക് തിരികെ എത്തുമോ? അതോ ഒരു പുതിയ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചക്കാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? പരിശോധിക്കാം. ചില വെല്ലുവിളികൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പ്രധാന താരങ്ങൾ ക്ലബ്ബ് വിട്ടതു മുതൽ കളിക്കാരുടെ പരിക്ക് വരെയായി അനേകം പ്രശ്നങ്ങൾ. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനാകുമെന്നാണ് കരുതുന്നത്. ലിവർപൂൾ കോച്ചായി ചുമതല ഏറ്റെടുത്ത ശേഷം ഇറയോളയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പോയ സീസണിൽ ബോൺമൗത്തിനെ ഫൈറ്റിംഗ് ടീമാക്കി മാറ്റി ഇറയോളക്കായി വലവിരിച്ച് മിലാൻ, ബയർ ലെവർക്യൂസൻ, ക്രിസ്റ്റൽ പാലസ് എന്നീ ക്ലബ്ബുകളെല്ലാം രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ലിവർപൂളിൻ്റെ ഓഫർ വന്നതോടെ മറ്റൊന്നും ആലോചിക്കാതെ അയാൾ ആൻഫീൽഡിലേക്ക് പറന്നു. ക്ലബിനെ കിരീടങ്ങളിലേക്ക് നയിക്കാൻ തനിക്ക് കൃത്യമായ പദ്ധതികളുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇറയോളയുടെ ആദ്യ പ്രതികരണം. ഫ്ലോറിയാൻ വിഡ്സ് ആൻഡ് അലക്സാണ്ടർ ഇസാക്ക്. പോയ സീസണിൽ ലിവർപൂളിൻ്റെ വൻ നിരാശപ്പെടുത്തിയ 2 ഡീലുകൾ. നിരാശപ്പെടുത്തിയ 2 വലിയ പേരുകൾ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മറ്റൊരു പ്രീമിയർ ലീഗിന് അരങ്ങുണരുമ്പോൾ ഈ 2 മുന്നേറ്റക്കാരുടെയും പെർഫോമൻസ് ഇറയോളയെയും ലിവർപൂളിനെയും സംബന്ധിച്ച് പരമപ്രധാനമാണ്. തങ്ങളുടെ ആ ഹൈ പ്രൈസ് ഡീലുകൾ ശരിയാണെന്ന് തെളിയിക്കേണ്ട സുപ്രധാന ദൗത്യം അവർക്കുണ്ട്. ഇതോടൊപ്പം നിരാശ മാറ്റി ആരാധകരുടെ വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതും സുപ്രധാന ദൗത്യം തന്നെയായി മുന്നിലുണ്ട്. കോച്ച് മികവിനൊപ്പം സാഹചര്യത്തിനനുസൃതമായി ടീമിനെ വിന്യസിക്കാനുള്ള തന്ത്രപരമായ മിടുക്ക്. ബോൺമൗത്തിൽ നിന്ന് ഇറയോളയെ ലാൻഡ് ചെയ്യിക്കുമ്പോൾ ലിവർപൂളിന് ഇങ്ങനെയൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇറയോള? അതിന് കാരണമുണ്ട്. ബോൺമൗത്തിൽ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ പ്രതിരോധ നിരയിലെ പ്രമുഖ താരങ്ങളെ നഷ്ടപ്പെട്ടു. ജനുവരിയിൽ അൻഡോയിൻ സെമെന്നോ എന്ന സൂപ്പർ പ്ലെയർ ക്ലബ്ബ് വിട്ടു. എന്നിട്ടും ബോൺമൗത്തിനെ യൂറോപ്യൻ യോഗ്യതയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അർനെ സ്ലോട്ടിൽ നിന്നും ഇറയോളയെ വ്യത്യസ്തനാക്കുന്നതും ഇത്തരമൊരു അഡാപ്റ്റബിലിറ്റിയാണ്. അർനെ സ്ലോട്ടിൻ്റെ ആദ്യ സീസണിലെ ആഘോഷരാത്രികളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇരുൾ പടർന്ന ദിവസങ്ങളാണ് ആൻഫീൽഡിൽ കഴിഞ്ഞു പോയത്. പോയ സീസൺ നൽകിയതെല്ലാം നിരാശകൾ. ആദ്യം ഡിയോഗോ ജോട്ടയുടെ വിയോഗം, പിന്നെ തുടർ തോൽവികളായി, പിന്നെ ഇത് മുഹമ്മദ് സലാഹിൻ്റെ റിബലിയനായി. സ്ലോട്ടിന് നേരിടേണ്ടി വന്നതെല്ലാം വെല്ലുവിളികൾ. ഒടുക്കം 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനായെങ്കിലും കഴിഞ്ഞ 14 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പോയിന്റ് ടാലിയും 33 വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ തോൽവിയും ക്ലബ്ബ് നേരിട്ടു. എന്നാൽ ഇതിന് വിപരീതമായി ബോൺമൗത്തിനൊപ്പം തുടർച്ചയായി 18 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ഇറയോള സീസൺ അവസാനിപ്പിച്ചത്. 2024 സ്ലോട്ടിന് ലഭിച്ചതുപോലെ തന്നെ മികച്ചൊരു താരനിര തന്നെയാണ് ഇറയോളക്കും ലഭിച്ചിരിക്കുന്നത്. സലാ പോവുകയും പകരമുള്ള താരത്തെ ഇതുവരെ എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ഫ്ലോറിയൻ വിഡ്സ്, അലക്സാണ്ടർ ഇസാക്ക് എന്നിവരിൽ ഉത്തരവാദിത്വം ഏറുകയാണ്. ഒരുപക്ഷെ ബാർക്കോള ഇന്നല്ലെങ്കിൽ നാളെ വന്നേക്കാം. പ്രീ സീസണിൽ ഇസാക്കിന് തൊട്ടു പിന്നിലായി വിഡ്സിനെയാണ് സ്പാനിഷ് കോച്ച് വിന്യസിച്ചിരുന്നത്. ഇതൊരു വലിയ സൂചനയാണോ നൽകുന്നത്? മധ്യനിരയിൽ മറ്റേതൊരു ക്ലബ്ബുമായും കിടപിടിക്കാൻ കെൽപ്പുള്ള സംഘം തന്നെയാണ് ലിവർപൂളിൻ്റെ കരുത്ത്. ഫ്ലോറിയാൻ വിഡ്സിന് പുറമെ അലക്സിസ് മാക്സലിസ്റ്ററും റയാൻ ഗാവൻബച്ചുമെല്ലാം കരുത്ത് ചൊരാതെയുണ്ട്. ഡൊമിനിക് സോബസ്ലായി 5 വർഷത്തേക്ക് കൂടി കരാർ ദീർഘിപ്പിച്ചതും പ്രതീക്ഷ നൽകുന്നതായി. യങ് ഇംഗ്ലീഷ് താരം ട്രെയിൻ ഞാണിയിലും കോച്ചിന് പ്രതീക്ഷയുണ്ട്. എന്നാൽ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ, പ്രതിരോധ നിരയിലെ ഓപ്ഷനുകൾ, ടീമിനുള്ളിലെ കെട്ടുറപ്പ് എന്നിവയിലെല്ലാം ചോദ്യങ്ങൾ ബാക്കിയാണ്. എങ്കിലും തൻ്റെ പരിശീലക കരിയറിൽ ഉടനീളം ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു പരിചയമുള്ള ഇറയോള ഇതിന് മറുമരുന്ന് കണ്ടെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആഴ്സണലും സിറ്റിയും ചെൽസിയുമെല്ലാം സമ്മർ ട്രാൻസ്ഫറിൽ ഇറങ്ങിക്കളിക്കുമ്പോൾ സുപ്രധാന മാറ്റങ്ങളുമായി അവസാന ലാപ്പിൽ ലിവർപൂൾ ഒപ്പം പിടിച്ചിരുന്നു. ഇബ്രാഹിമെ കൊണാറ്റെ കളം വിട്ട സാഹചര്യത്തിൽ പ്രതിരോധം സ്ട്രോങ് ആക്കാനാണ് മുൻ ചാമ്പ്യന്മാർ കാര്യമായി പണിയെടുത്തത്. ഫ്രഞ്ച് യങ് ഡിഫൻഡർ ജെർമി ജോക്കറ്റിനെ 60 മില്യൺ യൂറോക്കാണ് റന്നസിൽ നിന്ന് റാഞ്ചിയത്. പ്രീ സീസൺ മത്സരത്തിൽ കോമോക്കെതിരെ ഗോൾ നേടി യുവതാരം വരവറിയിക്കുകയും ചെയ്തു. ജെർമി ജോക്കറ്റിനൊപ്പം ബാഴ്സയുടെ പഴയ പടക്കുതിര റൊണാൾഡോ അരോഹയെ ലോണിലും എത്തിച്ചു. ഇതുവഴി വിർജിൽ വാൻഡക്കിനെ അമിതമായി ആശ്രയിക്കുന്നത് മാറ്റി നിർത്താം. മുന്നേറ്റത്തിൽ വിക്ടർ മിനോസിന്റെ വരവും പ്രതീക്ഷ നൽകുന്നു. ഇഞ്ചുറിയെ തുടർന്ന് ലോകകപ്പിൽ സ്പെയിനിനായി കളത്തിലിറങ്ങാനായിട്ടില്ലെങ്കിലും പ്രീമിയർ ലീഗിൽ ഈ 23-കാരൻ ഇംപ്രസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ PSG നിന്ന് ഫ്രഞ്ച് യങ് സെൻസേഷൻ ബ്രാഡ്ലി ബാർക്കോളെ എത്തിക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പരിശീലകനെ സംബന്ധിച്ച് പ്രീ സീസൺ മത്സരങ്ങൾ പ്രധാനമാണ്. എന്നാൽ ലോകകപ്പിന് ശേഷമുള്ള അവധികൾ കാരണം ലിവർപൂൾ ക്യാമ്പ് ആരംഭിച്ചപ്പോൾ 8 പ്രധാന താരങ്ങളെ ഇറയോളക്ക് നഷ്ടമായിരുന്നു. ന്യൂകാസിലിനെതിരായ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിന് മുമ്പായി ടീമിനെ സജ്ജമാക്കാൻ ഇതോടെ ലഭിച്ചത് 3 ആഴ്ച മാത്രം. വിർജിൽ വാൻ ഡൈക്ക്, അലിസൺ ബക്കർ, ഫ്ലോറിയൻ വിഡ്സ് എന്നിവർ ഉൾപ്പെടെയുള്ള
പ്രധാന താരങ്ങൾക്കെല്ലാം നിരാശയുടേതായിരുന്നു ലോകകപ്പ്. എന്നാൽ അർജന്റീന തുടർച്ചയായി 2ാം ലോകകപ്പ് ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ മധ്യനിരയിൽ മാക്കലിസ്റ്റർ ഉണ്ടായിരുന്നു. പോയ സീസണിൽ ഫോം കണ്ടെത്താൻ പ്രയാസപ്പെട്ട മാക്കലിസ്റ്റർ കോൺഫിഡൻസ് വീണ്ടെടുത്തത് പോസിറ്റീവാണ്. ബോൺമൗത്തിൽ പയറ്റി വിജയിച്ച ഹൈ ഇൻറ്റൻസിറ്റി പ്രസ്സിംഗ് ശൈലി തന്നെയാകും ലിവർപൂളിലും ഇറയോള പരീക്ഷിക്കുക. കോഡി ഗെക്പോ, അലക്സാണ്ടർ ഇസാക്ക്, ഹ്യൂഗോ എക്കിറ്റികെ തുടങ്ങി നിരവധി ആയുധങ്ങളും കോച്ചിന് മുന്നിലുണ്ട്. വിങ്ങുകളിലൂടെ ഓവർലാപ്പ് ചെയ്ത് കളിക്കാൻ കേൾപ്പുള്ള മിലോസ് കെർക്കസ്, ജെർമി ഫ്രിംപോഗ് എന്നിവർക്കും കോച്ചിൻ്റെ പ്ലാനിൽ പ്രധാന റോളുണ്ടാകും. 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ശൈലിയിൽ വിശ്വാസമർപ്പിക്കുന്ന സ്പാനിഷ് കോച്ചിൻ്റെ പ്ലാനിൽ പ്ലേ മേക്കർ റോളിലാകും ഫ്ലോറിയൻ വിർട്സ് എത്താനുള്ള സാധ്യത. കഴിഞ്ഞ സമ്മറിനെ അപേക്ഷിച്ച് ഹെഡ് കോച്ച് മാറ്റത്തിന് പുറമെ മാനേജ്മെൻറ്റ് തലത്തിലും സുപ്രധാനമായ മാറ്റങ്ങൾ നടന്നിരുന്നു. ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പിൻ്റെ ഫുട്ബോൾ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് മൈക്കൽ എഡ്വേർഡ്സിൻ്റെ പടിയിറക്കം തുടങ്ങി കളത്തിന് പുറത്ത് വലിയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതോടെ സ്പോർട്ടിംഗ് ഡയറക്ടർ റിച്ചാർഡ് ഹ്യൂക്സും സ്ഥാനമൊഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഫീൽഡിൽ എതിരാളികൾ ഭയക്കുന്ന സംഘമായി ലിവർപൂൾ വീണ്ടും ഉയർന്നു വരുമോ? ന്യൂകാസിലിനെ നേരിട്ട് ലിവർപൂൾ പ്രീമിയർ ലീഗിൽ പുതിയ ചുവടുവയ്പ്പിനൊരുങ്ങുമോ? കാത്തിരിക്കാം പ്രീമിയർ ലീഗിൻ്റെ ആവേശരാവുകൾക്കായി.